ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ ഹൃദയപൂർവമായ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും അറിയിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നിർമ്മലതയുടെ വിശുദ്ധിയുടെ രഹസ്യം ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-ാം വചനം വെളിപ്പെടുത്തുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി എന്ന് പറയുന്നത് കൃപയായിരുന്നു, കൃപയുടെ നിറവായിരുന്നു. ആ കൃപയിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മയാണ് ഈശോയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിതം മുഴുവൻ തുറന്നു കൊടുക്കുന്നത്. ലൂക്കാ സുവിശേഷം 1:35 നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് ദൂതൻ മറിയത്തെ അറിയിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയിൽ നിന്നാണല്ലോ വീണ്ടും ഈശോ ജനിക്കുന്നത്. അപ്പോൾ കൃപയായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ രഹസ്യം. നമ്മൾ ഈ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതൊരു കൃപയുടെ തിരുനാളാക്കി മാറ്റാം. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മളെ കാണുന്നവർ, നമ്മോട് സംസാരിക്കുന്നവർ, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ എല്ലാവരും കൃപയാൽ നിറയപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ബാംഗ്ലൂർ ജീവാലിയ MCBS സെമിനാരിയിലെ എല്ലാ വൈദികരും വൈദിക വിദ്യാർത്ഥികളും കൃപയിൽ നിറയുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ നിറഞ്ഞതുപോലെ കൃപയാൽ നിറയപ്പെടാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിന് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും സഹവാസത്തിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.